ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്തുപിടിച്ച പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ. പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് കൗതുകമായി. ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ 65ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് ഏറെ കൗതുകമായി. പഞ്ചായത്തിലെ 14-ൽ 13 സീറ്റും നേടി ചരിത്ര വിജയം നേടിയ UDF തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആരവങ്ങൾ ഒടുങ്ങിയപാടെ 8ാം വാർഡിൽ നിന്നും വിജയിച്ച ഏക LDF അംഗത്തെയും കൂട്ടിയാണ് വെള്ളാരമറ്റത്തെ ഭിന്നശേഷി വിദ്യാലയത്തിൽ ഒത്തുകൂടിയത്. 2002-ൽ പഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിച്ച ബഡ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ്. പല്ലാരിമംഗലത്തെയും സമീപ പഞ്ചായത്തുകളിലെയും ഭിന്നശേഷിക്കാരായ വിവിധ പ്രായത്തിലുള്ള 65 കുട്ടികളാണ് ഇവിടെയുള്ളത്. കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തും തിരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിടുന്ന കാഴ്ച ഏറെ ഹൃദ്യമായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്രാവശ്യം 14ാം വാർഡിൽ നിന്നും വിജയിക്കുകയും ചെയ്ത PK മൊയ്തുവും 6ാം വാർഡിൽ നിന്നും വിജയിച്ച നീനു മൈദീനും ചേർന്ന് കേക്ക് മുറിച്ചു. ഞങ്ങളുടെ കർമ്മഭൂമി തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ആയിരിക്കും എന്ന സന്ദേശം നൽകുകയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം. രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ മറ്റു പ്രാദേശികതയുടെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഞങ്ങളുടെ പരിഗണന അനിവാര്യമായ മുഴുവൻ ആളുകളെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകാനാണ് വരുന്ന 5 വർഷക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വിജയികളായ രാജേഷ് കുഞ്ഞുമോൻ, PM സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് വിജയികളായ നജി ജബ്ബാർ, ജമീല അലി, ഫാത്തിമ മാജിദ, ജാസ്മി ഷാനവാസ്, KA അൻസാരി, നീനു മൈദീൻ, അനിൽകുമാർ, ഹക്കീം ഖാൻ, KA മുഹമ്മദ് കുഞ്ഞ്, MP ഷൌക്കത്ത്, മുഹമ്മദ് നെടുങ്ങാട്, മൊഹസിന ഷിഹാബ്, നിസാമോൾ ഇസ്മായിൽ, മുസ്ലിം ലീഗ് ഭാരവാഹികളായ PP മുഹമ്മദ്, MA മീരാൻ, സയ്യിദ് മുഹമ്മദ്, ഷുക്കൂർ മുല്ലശ്ശേരി, പ്രധാനാധ്യാപിക ശ്രീകല റജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.